Abba love and cookie stories. ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അതേ ഒരു രീതിയിലുള്ള ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാലോ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ. നമ്മൾ മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ബോണ്ട തന്നെ നമ്മൾ വേറൊരു സ്റ്റേറ്റിലൊക്കെ പോവുകയാണെങ്കിൽ, കേരളത്തിൽ നിന്ന് മാറി നമ്മൾ വേറൊരു സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ ആലു ബോണ്ടൊക്കെ ആവും. പക്ഷേ അത് തന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പല രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പല സ്റ്റേറ്റിലായിട്ട് പോകുമ്പോഴും കിട്ടുക. അപ്പം നമ്മുടെ കേരള ബോണ്ട തന്നെ പല സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിലും പല രീതിയിലും പല വെറൈറ്റിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോണ്ട ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, പണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയത്ത് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകട ഉണ്ട്. അപ്പോൾ ആ തട്ടുകടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന നല്ലൊരു ബോണ്ട ഉണ്ട് കേട്ടോ. അപ്പോൾ ദിവസവും ഈ ബോണ്ടൊക്കെ കഴിക്കും. ചില ദിവസങ്ങളിൽ കേട്ടോ, ദിവസവും കഴിക്കാറില്ല, ചില ദിവസങ്ങളിലൊക്കെ കഴിക്കും. അപ്പം കഴിച്ചു കഴിഞ്ഞ് ചില ദിവസം ഞങ്ങളത് വീട്ടിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു റെസിപ്പി വെച്ചിട്ട് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരാറുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ട ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മിനുക്ക് പണികളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അന്ന് ഉമ്മച്ചി നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ഇന്ന് എൻ്റെ വൈഫിനൊരു ബോണ്ട കഴിക്കാനൊക്കെ ഒരു പൂതി കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇന്ന് ബോണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സവാള, പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം ഉപയോഗിക്കുകയാണെങ്കിൽ ബോണ്ട കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് സെറ്റാക്കി മാറ്റി വെക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. കൂടുതലായിട്ട് വെന്ത് പോകരുത് കേട്ടോ. കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ട കഴിക്കുന്ന സമയത്ത് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ റൈസ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. റൈസ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ചില ആളുകൾ ഈ സമയത്ത് മൈദ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 കപ്പ് അളവിൽ കടലപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല കാശ്മീരി മുളക് പൊടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കേണ്ട. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോണ്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും മേക്കുട്ടിയും സൈക്കുട്ടിയും എൻ്റെ അടുത്ത് വന്നിട്ട് മാറുന്നില്ല. കാരണം അവർക്കിത് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവരിത് എൻ്റെ അടുത്ത് വന്നിട്ട് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളം ഞാൻ ഒഴിച്ച് തരാം, ഞാൻ മിക്സാക്കി തരാം, അതുപോലെ ഉപ്പിട്ട് തരാം എന്ന് പറഞ്ഞ് 2 പേരും വലതുവശവും ഇടതുവശവുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സ്പൂണെല്ലാം വാങ്ങി ഞാൻ തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിലുണ്ടല്ലോ, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളിത് മിക്സാക്കി എടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലുള്ള ബാറ്ററാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഡ്ഡലി മാവിൽ നിന്നും കുറച്ചും കൂടി ഒരു കട്ടിയായിട്ടുള്ളൊരു പരുവത്തിലാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് 10 മിനിറ്റ് നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതേസമയം തന്നെ ഞാൻ ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് നല്ല ജീരകവും പെരിഞ്ജീരകവും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോക്കി മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ആ ജീരകങ്ങളെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മൾ സവാള ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ജീരകം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ബോണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മൈസൂർ ഭാഗത്തോട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബോണ്ടയിൽ നല്ല രീതിയിൽ ജീരകം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മളത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ വാട്ടിയെടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് വെന്ത് പോകണ്ട കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാലക്കൂട്ട് കുറച്ചൊരു ടേസ്റ്റ് കുറവായിരിക്കും.
ഇനി ഞാൻ ഇതിലേക്കായിട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിലോട്ട് ഗരം മസാല പൗഡർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണിൽ താഴെയായിട്ട് നമുക്ക് കുറച്ച് കായ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇതും നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ട് കായപ്പൊടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ആ പച്ച സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിലായിട്ടാണ് നമ്മളിതിനെ ഉടച്ചെടുക്കേണ്ടത്. കൂടുതലായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ല ബോൾ ഷേപ്പിലായിട്ട് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബോണ്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ഇടയ്ക്കിങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ കടിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലോട്ട് ഒരു മുറി ചെറുനാരങ്ങ, ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ നീരുണ്ടല്ലോ, കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കൂട്ടുണ്ടാക്കി മിക്സാക്കി എടുക്കുകയാണെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. കുറച്ച് എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ബോണ്ടയ്ക്കുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാക്കിയാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോൾസിൻ്റെ വലിപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്ത് നമുക്കിതെല്ലാം മാറ്റി വെക്കാം. ഇനിയൊരു പാത്രത്തിലോട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതിലോട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ബാറ്ററിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നന്നായിട്ടൊന്ന് ബാറ്റർ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇത് കണ്ടോ, ഇത്രയും തിക്നെസ് ഉണ്ടായി കിട്ടിയാലേ നമുക്കിത് നല്ല രീതിയിൽ കവറായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബാറ്റർ നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് വാർത്തിയെടുക്കുക. എന്നിട്ട് നേരെ നമുക്കിതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നാലും അധികം ചൂട് കൂടാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം കേട്ടോ. ഒരു മീഡിയം ലെവലിലുള്ള ചൂടായി കിട്ടുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാത്ത പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വെന്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് ഇവിടെ ഫ്രൈ ആക്കി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്